ഹലോ. കുറേ ദിവസമായിട്ട് എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലേ. ഇപ്പം വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാവണം. ഇപ്പം തന്നെ ഞാൻ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ടേ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അവിടെ നിന്നത് നോക്കാൻ തന്നെ നല്ല മടിയാവുക. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫെബിമോളെ കൂട്ടിയിട്ട് അതൊന്ന് പോയി കാണാൻ. അപ്പം ഞാനും എൻ്റെ ഫെബിമോളും അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം എൻ്റെ കൂടെ കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരും നിങ്ങളെല്ലാവരും. നല്ല രസമുണ്ട് അത് കാണാൻ. കണ്ടിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പോവുകയാണ്. അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ലക്ഷ്യസ്ഥാനത്തേക്ക് അപ്പം എൻ്റെ മോള് ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ പോയി ആദ്യം കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കത് കാണണം, വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഓടി വന്നതാണ്. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. എവിടാന്ന് അത് കാണണ്ടേ? ഇത് പിടിക്ക്, ഹെൽമെറ്റ് വായോ. വായു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോണത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കരുവന്തുരുത്തി പാലത്തിൻ്റെ സൈഡിൽ ഭയങ്കര, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇങ്ങനെ വരുമ്പോഴേ നിറയെ ബോട്ട് നിർത്തിയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങിയിട്ട് അത് നോക്കണമെന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വിചാരിച്ചിട്ട്, പക്ഷേ എനിക്ക് ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര ചമ്മൽ അവിടെ ഇങ്ങനെ നോക്കിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് ഫെബിമോളെയും കൂട്ടി വന്നിട്ട് എന്ത് ചെയ്ത് അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ വീഡിയോയിൽ എത്ര ബോട്ടാണ് നിർത്തിയിട്ടിട്ടുള്ളത്. കുറേ ബോട്ട് ഉണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഒരുമിച്ച് കുറേ എണ്ണം നിർത്തിയിട്ടിട്ട്. പക്ഷേ ഇത് ശരിക്കും കുറേ ആൾക്കാരുടെ ജീവിതമാർഗ്ഗമായിരിക്കില്ല ഈ കടലിൽ പോകാനൊക്കെ ഉള്ളത്. അപ്പം ഇവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് എത്രയോ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണെന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ടാവുക. എന്താ വെച്ചാൽ ഇവിടെ ആ ഒരു പണി നിർത്തിവെച്ചത് പോലെയല്ലേ ഈ ഒരു ട്രോളിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത്. ശരിക്കും ഇതിനെ പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്കും കൂടി പഠിക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ നോക്കി നിന്ന്. നല്ല രസമുണ്ട് ഇത് കണ്ടു നിൽക്കാനായിട്ട്. പക്ഷേ ഇതിൽ വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് സമയം നോക്കി നിന്ന്. പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് പേടിയാവും. ഇനി ചിലപ്പം മറ്റുള്ളവർ വിചാരിക്കും ഞാൻ ഈ ഇതിലേക്ക് ചാടാനായിട്ട് വന്നതാണെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേന് നല്ല മഴ പെയ്തു. നമ്മൾ വീണ്ടും വിട്ട് നോക്കി. ട്രോളിങ് ആയിട്ടാ തോന്നണില്ലേ ഇത്രയും ബോട്ട് ഇവിടെ നിർത്തിയത്. അറിയുന്ന ആൾക്കാരൊന്നും പറഞ്ഞു തന്നെ. മഴ വന്നപ്പം നമ്മള് നടന്ന് പോവാണ്. എനിക്ക് പനി വരുമോന്നൊരു ഡൗട്ട്. പനി വരുമോ ഗൈസ്? നമ്മള് നല്ലോണം കാണാൻ കഴിഞ്ഞില്ല. മഴ ചതിയൻ മഴ. അങ്ങനെ വേഗം ഓടി വന്ന് വണ്ടിയിൽ നിന്ന് മഴക്കോട്ടൊക്കെ ഞങ്ങൾ ഇട്ട് വേഗം വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നേ. മഴ ചതിച്ചു. മഴ നനഞ്ഞ് നമ്മള് വരില്ലേ. വരുമ്പോൾ ഈ പെണ്ണിനെ ഇവർക്ക് എന്തെങ്കിലും പുറത്തിറങ്ങി അപ്പം ഇവർക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് തിന്നേ പറ്റുള്ളൂ. ഇതാണ് ഇവളുടെ ഫേവറേറ്റ് പഴം പൊരിച്ചത്. ഫെബി ഇവിടുന്നാണ് ഫെബി സ്കൂൾ വിട്ടിരുന്നത്. എന്നും ഈവനിങ് ഇവിടുന്ന് ചായയും പലഹാരം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇത് ഫെബിന്റെ ഒരു ടീ സ്പോട്ടാണ് അല്ലേ. നേരത്തെ ആ ബോട്ട് കാണാൻ പോയിട്ട് അന്ന് ഫുള്ളായിട്ട് കാണാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ നല്ല മഴ പെയ്ത് മഴ ഞങ്ങളെ ചതിച്ചു, അത് കാണാൻ സമ്മതിച്ചില്ല. അപ്പം എന്നിട്ട് ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ വരുന്ന വഴിക്ക് ചായയും കഴിച്ച് ഞങ്ങൾ എന്ത് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.